സാലറി ക്രെഡിറ്റ് ആയി എല്ലാ മാസവും നമുക്ക് സന്തോഷം തരുന്ന ഒരു ദിവസമാണ് അല്ലേ? പക്ഷെ പിന്നെ വരുന്നത് നമുക്ക് അത്ര സന്തോഷം നൽകാത്ത കാര്യമാണ്. EMI, ബില്ല്, ഫുഡ്, പാർട്ടി, ഡ്രസ്സ്, പൈസ അങ്ങനെ ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാസാവസാനം നമ്മൾ ഇങ്ങനെ വണ്ടടിച്ചു നിൽക്കും, എങ്ങോട്ടാ ഈ പൈസ ഒക്കെ പോയത്? ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലേ? ഉണ്ടാവും. അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നറിയോ? പേ യുവർ സെൽഫ് ഫസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നമുക്ക് വേണ്ടി പൈസ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പൈസ സേവിങ്സിലേക്കും ഇൻവെസ്റ്റ്മെന്റിലേക്കും മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പണം സ്പെൻഡ് ചെയ്യേണ്ടത് എന്നാണ്. സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ സാലറി വന്നാൽ നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മാസാവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്, അങ്ങനെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ അത് സേവ് ചെയ്യും അല്ലെ? പക്ഷെ അങ്ങനെ ചെയ്യുന്നത് പേഴ്സണൽ ഫൈനാൻസിന്റെ പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയ ഗുരുതരമായ വീഴ്ചയാണ്. അപ്പൊ അത്തരം വീഴ്ച പറ്റാതിരിക്കാനായിട്ട് നമ്മൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, നമുക്ക് സാലറി ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സേവിങ്സിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ ഒരു നിശ്ചിത ശതമാനം നമ്മൾ മാറ്റിവെക്കുന്നു. ബാക്കി നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ട്, പാർട്ടിക്ക് വേണ്ടിയിട്ട്, സ്വതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ മാറ്റിവെക്കുന്നു. പിന്നെ നമ്മൾ പണം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഓവറായിട്ട് എക്സ്ട്രാവാഗന്റ് ആയിട്ട് ചെലവാക്കാനും പാടില്ല, എന്നാൽ പിശുക്ക് കാണിക്കാനും പാടില്ല. രണ്ടിന്റെയും ഇടയിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെലവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പണം ചെലവാക്കുമ്പോൾ ഉള്ള പേഴ്സണൽ ഫൈനാൻസിലെ റൂൾസുകളും അത് ഏത് രീതിയിൽ നമ്മൾ ബഡ്ജറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ടാവും. That's all for now. This is Selim signing off. Barakah in your wealth, peace in your heart.